എൻ്റെ പേര് ജോഷ്ലി. ഇത് ഹസ്ബൻഡ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഞാൻ ഇടുക്കിയിൽ തൊടുപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തതും എല്ലാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 22 ഞാനിവിടെ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മോള് 2022 ഓഗസ്റ്റ് 8 അവളുടെ ഡെലിവറി ആയത്. നോർമൽ ഡെലിവറി ആയിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പതിയെ ഇവൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൂത്ത 2 മക്കൾക്കും ആദ്യത്തെ ഒരു 2-3 months ഒക്കെ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതേപോലെയൊക്കെ ആയിരിക്കും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയിരിക്കും, അതിങ്ങനെ പതുക്കെ കുറയും എന്ന് വിചാരിച്ചു. ഒരു 2 months 3 months ഒക്കെ ആയപ്പോഴത്തേനും വൊമിറ്റിങ് വല്ലാണ്ട് കൂടി. അവൾ തന്നെത്താനെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഫീഡൊന്നും എടുക്കത്തില്ല. ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ പോലും അവളൊരിക്കലും ഡിമാൻഡ് ചെയ്യത്തില്ല. നമ്മൾ ഒരു 2 hourly 3 hourly എക്സ്പ്രസ് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. അതും വളരെ മിനിമലായിട്ട് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് അവർ ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഫോർമുല ഫീഡും സെയിം സിറ്റുവേഷൻ ആയിരുന്നു, കണ്ടിന്യൂസ് വോമിറ്റിങ്. ഇപ്പം നമ്മളൊരു ഡെയിലി ഒരു 8 to 9 ഫീഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 ഫീഡ്സ് കൊടുത്താൽ ഒരു 9 ഫീഡ്സും അവൾ വോമിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ലോസ് ആയി, ഒട്ടും വെയിറ്റ് ഗെയിൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ആസ്റ്ററിൽ പോയി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നു. അവൾക്ക് ന്യൂക്ലിയർ സ്കാനിങ് ചെയ്തു, ബാക്കി ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ മോഷൻ എല്ലാം ടെസ്റ്റ് ചെയ്തു. ഫൈനലി ഡോക്ടർ പറഞ്ഞു അവൾക്ക് CMPA ആണ്, മീൻസ് കൗ മിൽക്ക് പ്രോട്ടീൻ അലർജി. അപ്പോൾ അവളുടെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾക്കൊരു ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് അപ്റ്റാമിൽ പെപ്റ്റി എന്നാണ്. അതിനൊരു 400 gram പൗഡറിന് 2000 rupees ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു 8 to 9 ഫീഡ്സ് കൊടുക്കണമെങ്കിൽ എനിക്കൊരു 3 to 4 days മാക്സിമം ഒരു ബോട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ അവൾക്ക് ഈ 2023 ജാനുവരി വരെ, ഡിസംബർ 28 വരെ ആ ഫീഡാണ് ഞാൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ഈ 2000 rupeesൻ്റെ. പിന്നെ അവൾക്ക് 6 months കഴിഞ്ഞ് വീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു വെജിറ്റബിൾസ് ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പോൾ ഒരു പൊട്ടറ്റോ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് 1 week അത് തന്നെ കൊടുത്ത് അതിനുശേഷമേ അടുത്ത വെജിറ്റബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി വന്നു. പിന്നെ ഞാൻ കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആകുമെന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് കൃപാസനം എന്താണെന്ന് അറിയാനോ ഞാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ മുൻപൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്നറിയില്ല, എൻ്റെ പ്രെയർ എല്ലാം പോയി. പള്ളിയിൽ ഞായറാഴ്ചകളിലൊക്കെ പോകും. ഞാൻ ഡെയിലി കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഞായറാഴ്ചയിൽ പോയാലും ഞാൻ കുർബാന കൂടാറുണ്ട്. പക്ഷേ എങ്ങനെയൊന്നും അറിയില്ല, പോയി നിൽക്കണോ വരണോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദുബായിലായിരുന്നു. ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് 1 month ആയപ്പോഴാണ് തിരിച്ച് നാട്ടിൽ വന്നത്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ തിരിച്ച് പോയില്ല, ദുബായിക്ക് തിരിച്ച് പോയില്ല, നാട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ സഞ്ചാരി മാതാവ് ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കണു, നീ ഒരു പ്രാവശ്യം വന്ന് എൻ്റെ കുഞ്ഞിന് ഒരു ഫീഡ് കൊടുക്കുക, പിന്നെ അവളെല്ലാം മേടിച്ചോളും. കാരണം അവൾക്ക് ഫോഴ്സ് ഫീഡായിരുന്നു. എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോഴ്സ് ഫീഡായിരുന്നു. നമ്മുടെ എൽബോയുടെ ഉള്ളിൽ അവളുടെ തല ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കയ്യിലും കാലയിലും വേറെ 2 പേര് പിടിച്ചിട്ട് വായ തുറന്ന് അവൾ കരയും. ഫീഡ് കയ്യിൽ വെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ അവൾ കരയാൻ തുടങ്ങും. അപ്പോൾ അവൾ വാ തുറന്ന് കരയും. അപ്പം നേരെ നാക്കിൽ പോലും ടച്ച് ചെയ്യാണ്ട് ബോണില യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അണ്ണാക്കിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിൽക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കും. ഒരുപാട് പ്രാവശ്യം വിൽക്കിയിട്ടുണ്ട്. ബ്ലൂ കളറായിട്ടുണ്ട് അവൾ മൊത്തത്തിൽ. പക്ഷേ മാധവ് ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വരുന്നതും. ഉടമ്പടി എടുത്തു. ഇവളുടെ നിയോഗം ഞാൻ എഴുതിയായിരുന്നു. ഞാൻ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും അവളുടെ വോമിറ്റിംഗ് ഒക്കെ പതിയെ കുറഞ്ഞു. പക്ഷേ ഫോഴ്സ് ഫീഡ് എന്ന് വെച്ചാൽ ഒരാളെ കൊണ്ടില്ലെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും. മൂത്ത മോനെയും വിളിക്കുമായിരുന്നു കയ്യിലും കാലിലും പിടിക്കാനായിട്ട്. പിന്നെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. ഞാൻ ആകെ ഡിപ്രസ്ഡായി. കുഞ്ഞിനെ ഞാൻ ചിലപ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് താഴത്തേക്ക് വിട്ട് കഴിയുമ്പോഴായിരിക്കും ഓർക്കണത്, അയ്യോ കൊച്ചിനെ വിട്ടല്ലോ എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാനും പാസ് ചെയ്ത് പോയി. അങ്ങനെ ഡിസംബർ 27 ഹസ്ബൻഡ് നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും എനിക്കിവിടെ വരണം, അച്ഛനെ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കണം. സോ എൻ്റെ വീട് കണ്ണൂർ, ഹസ്ബൻഡ് അവിടെ വന്നു. ഹസ്ബൻഡ് വീട് തൊടുപുഴയാണ്. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു, അച്ഛന് പനിയായിരുന്നു. ഞങ്ങൾ പിന്നെയും വന്നു, അച്ഛനുണ്ടെന്ന് അറിഞ്ഞ് വിളിച്ച് അന്വേഷിച്ച് പിന്നെയും വന്നു, അച്ഛനെ കാണിച്ചു. അപ്പോൾ അവിടുന്ന് അവർ ചീട്ടയിൽ ഇങ്ങനെ എഴുതി തരുമ്പം കൊച്ചിന് CMPA ആണ്, ഫുഡ് കഴിക്കുമ്പോൾ വോമിറ്റിങ്. അപ്പോൾ എൻ്റെ കൺസേൺ കൊച്ചിൻ്റെ അലർജി മാറണമെന്ന് ഞാൻ ഒരിക്കലും മാതാവിനോട് ചോദിച്ചില്ല.
കാരണം ഞാനത് ഞാനത് ടേക്ക് കെയർ ചെയ്തോളാം. അവൾ വായ തുറന്ന് എന്തെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതിയെന്ന് മാത്രം ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എഴുതി കൊടുത്ത പേപ്പറിൽ CMBA എന്നും കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണെന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ വായിച്ചു. എൻ്റെ കയ്യിൽ ഇവളുടെ വീഡിയോ ഉണ്ടായിരുന്നു ഫീഡ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ വീഡിയോ കാണിക്കാൻ എന്നെ ഇങ്ങനെ തോന്നിച്ചു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഓണാക്കി കാണിച്ചു. അച്ഛൻ ആ മാതാവിനെ കൊണ്ടുവന്ന വീഡിയോ കാണിച്ചു. അച്ഛൻ അവിടെ വന്ന് തൈലം ഫോണിൽ തൂത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കൊച്ചനോട് പറഞ്ഞു അവൾക്ക് ഞാഞ്ഞ വേണമെന്ന് പറഞ്ഞു. തേങ്ങ കരിക്ക് മേടിച്ചു. അവളത് കഴിച്ചു ഇവിടുന്ന് പോയ വഴിക്ക്. ഇപ്പം ഈ നിമിഷം വരെ അവൾക്കൊരു കുഴപ്പമില്ല. ഒരു നോർമൽ കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നു. അവളുടെ അലർജി, പാല്, ചായ, മുട്ട, എല്ലാ സാധനങ്ങളും അവൾ ആവശ്യപ്പെടുന്ന സാധനവും ഞാൻ എന്ത് കൊടുക്കണം, എൻ്റെ മൂത്ത മക്കൾക്ക് എന്ത് കൊടുക്കുന്നോ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു കുഴപ്പമില്ല. അവൾക്ക് 1.5 വയസ്സായപ്പം 6 കിലോയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 8.4 ആയി. കംപ്ലീറ്റ്ലി നോർമൽ ബേബി ആയിട്ട് മാറി. ഇവൾക്ക് ഈ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവിടെ മോഷൻ വരെ ഒരു നോർമൽ മോഷനൊന്നും അല്ലായിരുന്നു. കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ഡോക്ടർക്കാണെങ്കിലും എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സിനോട് പറയുമ്പോഴും അവരെന്നോട് പറയണത് ഒരു തഞ്ചത്തിനൊക്കെ കുഞ്ഞിനങ്ങ് ഫീഡ് കൊടുത്താൽ മതി. ആരും എൻ്റെ കൺസേൺസിനൊരു വിലയുണ്ടായിരുന്നില്ല. കൊടുത്താൽ മതി. കാരണം എൻ്റെ 3ാമത്തെ കുഞ്ഞാണ്. ഫീഡിങ് പ്രോബ്ലം ഉണ്ടാവാൻ കാരണം മൂത്ത 2 പേർക്കും ഫീഡ് കൊടുത്തത് കൊണ്ടും എനിക്കൊരു ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു. ഇവൾക്ക് ആദ്യമേ തന്നെ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും. അപ്പോൾ അത് പറയുമ്പോൾ ആരും എനിക്ക് വല്ല തന്നില്ല. പക്ഷെ ഇവിടെ വന്നു മാതാവ് ഏറ്റെടുത്തു. എല്ലാം കംപ്ലീറ്റ്ലി അവൾ നോർമലായി. ഒരു പ്രശ്നവുമില്ല. ഈ ഒരു 1.5 വയസ്സിനിടയ്ക്ക് എപ്പോഴും ഒരു 20 ഡേയ്സ് കൂടുമ്പോൾ അവൾക്ക് അസുഖം ഉണ്ടാകുമായിരുന്നു. ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു. ഇപ്പം മൂത്ത മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ജലദോഷവും പനിയും അല്ലാണ്ട് അവൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കാറില്ല. കൊടുക്കുന്നത് ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ട് എന്നും നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ഉപ്പും തേനും. ഇപ്പം എൻ്റെ മക്കളുടെ അടുത്താണെങ്കിലും എവിടെയെങ്കിലും പോയി കുരുത്തക്കേട് കാണിച്ച് തല ഇടിച്ചോ കൈ ഇടിച്ചാലും അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയും, അമ്മേ തൈലം തൂത്തതാ. എനിക്ക് ആ ഒരു ലെവലിലോട്ട് എൻ്റെ മക്കളെയും എത്തിക്കാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാകുന്നതിനേക്കാളും മാതാവ് ഇവള് വഴി എനിക്ക് അമ്മയുടെ നാമം മഹത്വപ്പെടുത്താൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് അവരെല്ലാവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കുഞ്ഞു മോൾ, അവൾക്ക് 2 വയസ്സ്, വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അവളോട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവളോട് ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ചോദിക്കും. അപ്പോൾ യൂട്യൂബ് കാണരുതെന്ന് പറയുമ്പോൾ അവൾ എന്നോട് പറയും, ഈശോമേ ഉപ്പ് എണ്ണ തൂത്താൽ മതി എന്ന്. അവൾ വരെയും ആ ഒരു ഇതിലേക്ക് വന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീട് പണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ വീട് പണി മുടക്കം വരല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. വീട് പണി നടക്കുന്ന സമയത്ത് അവിടെ വീടിൻ്റെ ഉള്ളിൽ തൈലം തൂത്തും ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ പോയെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ വീട് പണി കഴിഞ്ഞു. ഏപ്രിലിൽ കയറിക്കൂടി.